ഹലോ ഗൈസ്, ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. രേവതി സച്ചിയോട് പറയുന്നുണ്ട് അവിടെ ഡാൻസ് മത്സരമൊക്കെ കാണുമായിരിക്കുന്നു, എന്നാൽ നമുക്കൊരു ഡാൻസ് കളിക്കാമെന്ന് പറഞ്ഞ് സച്ചി രേവതിയെ എഴുന്നേപ്പിച്ച് നിർത്തി ഡാൻസ് കളിക്കുന്നുണ്ടെന്ന്. രേവതി പറയും ഇങ്ങനെയൊന്നും അല്ല ഡാൻസ് കളിക്കേണ്ടത് സച്ചിയേട്ടാ, ഇങ്ങനെയൊക്കെ ഡാൻസ് കളിച്ചാൽ അവർ നമ്മളെ പിടിച്ച് പുറത്താക്കും എന്ന് പറയും. എന്നാലും അവരെന്തൊക്കെയായിരിക്കും ചോദിക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. അത് നമുക്ക് അറിയാനത്തില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് ശ്രീകാന്തിനോട് വർഷം ചോദിക്കാമെന്ന് പറഞ്ഞാൽ അവരെ തപ്പിച്ചെല്ലുകയാണ്. അപ്പോൾ അവർ രണ്ടുപേരും ഇങ്ങനെ മൽപ്പിടുത്തം പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവർ ചെല്ലുന്നത്. ഓടിച്ചെന്ന് സച്ചി ശ്രീകാന്തിനെ പിടിച്ചു മാറ്റുന്നുണ്ട്. എന്താണ് നീ കാണിക്കുന്നത്, എൻ്റെ പെങ്ങളുകുട്ടിയെ ഇങ്ങനെ ഉപദ്രവിക്കാവോ, നിന്നെക്കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ രേവതിയും പറയും നീ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഇങ്ങനെ ചെയ്യാവോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയും ഞാനൊന്നും ചെയ്തില്ല, ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കുക എല്ലാവരും എന്നൊക്കെ പറയും. എന്നിട്ട് വർഷയോട് പറയുന്നുണ്ട് ശ്രീകാന്ത് എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ. അത് സച്ചിയേട്ടാ ഞങ്ങൾ നാളത്തെ പ്രോഗ്രാമിന് പോകാനായിട്ട് ഒരു ഐറ്റം പ്രാക്ടീസ് ചെയ്യായിരുന്നു പറയും. എന്താ ഐറ്റം എന്ന് പറയും. അല്ല മൽപ്പിടുത്തമൊക്കെ ചെയ്യായിരുന്നു പറയും. അത് അങ്ങനെ വല്ല മത്സരം ഉണ്ടെങ്കിൽ ഞാൻ തന്നെ ജയിക്കത്തുള്ളൂ, കണ്ടോ എൻ്റെ മസിൽ കണ്ടോ എന്നൊക്കെ പറയാണ്. എന്തായാലും ഇങ്ങനെയുള്ള വല്ല മത്സരമൊക്കെ കാണുമോ, എന്തൊക്കെയാണ് അവിടെ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുന്നത് ഞങ്ങൾക്ക് അറിയത്തില്ല എന്നൊക്കെ പറയും. അത് എന്തൊക്കെ ചോദിക്കുമെന്ന് അറിയത്തില്ല, എന്നാലും മിക്കവാറും അവർ ചോദിക്കുന്നത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹത്തെക്കുറിച്ചും അവർക്ക് പരസ്പരം എങ്ങനെ അറിയാമെന്നുള്ളതിനെക്കുറിച്ചൊക്കെ ആയിരിക്കും എന്ന് പറയും. അപ്പം വർഷം പറയും ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാം, അപ്പോൾ അതിൻ്റെ മറുപടി സച്ചേട്ടൻ പറയണമെന്ന് പറയും. എന്താ ചോദിച്ചോളാൻ പറയും. എന്നാൽ രേവതി ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാണെന്ന് ചോദിക്കും. അത് ഭക്തിഗാനമെന്ന് പറയും. അതേ ഭക്തിഗാനമാണെന്ന് ഉടനെ രേവതി പറയുന്നുണ്ട്. അല്ല ഏത് പാട്ടാന്ന് പറയാമെന്ന് ചോദിക്കും. അതറിയത്തില്ലെന്ന് പറയും. എന്നാൽ രേവതി ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതാണ്, പിന്നെ രേവതി ചേച്ചി ജനിച്ച ഹോസ്പിറ്റൽ ഏതാണ്, പഠിച്ച സ്കൂൾ ഏതാണെന്നൊക്കെ ചോദിക്കുമ്പോൾ പറയും ഇതൊക്കെ ഞാൻ എങ്ങനെ പറഞ്ഞു തരാനാണെന്ന് ചോദിക്കും. അപ്പം സച്ചിയുടെ ഇഷ്ടങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോഴത്തേക്കും രേവതി പറയും അത് സച്ചിയേട്ടന് ഏറ്റവും ഇഷ്ടം പൂരി മസാലയാണെന്ന് പറയും. അതെ അത് ശരിയാണെന്ന് പറയും. എന്നാൽ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കും. ഭാര്യയും ഭർത്താവും എത്രമാത്രം മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളതൊക്കെ ആയിരിക്കും അവർ ചോദിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ നമുക്കതെല്ലാം പഠിച്ചു വെച്ചിട്ട് പോകണം എന്നൊക്കെ പറഞ്ഞ് പോവുകയാണ് സച്ചിൻ രേവതി. അന്നേരത്തേന് ശ്രീകാന്തും വർഷങ്ങൾ പറയാം എന്നാൽ നമുക്ക് വീണ്ടും മൽപ്പിടുത്തം നടത്താമെന്ന് പറഞ്ഞ് ഇവരിങ്ങനെ പിടുത്തം കളിക്കുന്നതൊക്കെയാണ് കാണിക്കുന്നത്. ഈ സമയം ശ്രുതിയും കിടന്നുറക്കമാണ്. അപ്പോൾ ശ്രുതി ഇങ്ങനെ ഉറക്കത്തിൽ പാട്ട് പാടിക്കൊണ്ടേയിരിക്കുകയാണ്. അന്നേരം ആ പാട്ടിനിടയിൽ ശ്രുതിക്കിട്ടൊരു തൊഴി കൊടുക്കുന്നുണ്ട്. ശ്രുതി ചാടി എണീറ്റിരിക്കും. എന്താ ശ്രുതി ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയും. അത് ഞാൻ സച്ചിക്കിട്ട് തൊഴിച്ചതായിരുന്നു, അത് നിനക്കിട്ട് കൊണ്ടാന്ന് പറയും. ഞാനൊരു പാട്ട് മത്സരം ഇങ്ങനെ മത്സരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സച്ചിയായിട്ട് എന്ന് പറയും. അന്നേരം ആരാ ജയിച്ചെന്ന് ചോദിക്കും. അതൊക്കെ ഞാൻ മത്സരം തീരുന്നതിന് മുമ്പ് നീ എന്നെ എഴുന്നേൽപ്പിച്ചില്ല അതുകൊണ്ടാണെന്നൊക്കെ പറയും. നാളെ നമുക്ക് തന്നെ എന്തായാലും സമ്മാനം മേടിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ വീണ്ടും കിടന്നുറങ്ങും. പിറ്റേ ദിവസം രാവിലെ ശ്രുതിയും കൂടെ ഒരുങ്ങി ഇറങ്ങി താഴെ വരുമ്പോഴത്തേന് ചന്ദ്രമതി അമ്പലത്തിൽ പോയിട്ട് പ്രസാദമൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. അമ്മ എവിടെ പോയെന്ന് ചോദിക്കും. നിങ്ങൾക്ക് തന്നെ ഫസ്റ്റ് കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോയായിരുന്നു പറയും. അമ്മ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്ത്, ദൈവം പോലും ചിരിച്ചു കാണുമല്ലോ, ദൈവത്തിനറിയാം ഞങ്ങൾക്ക് തന്നെയാണ് കിട്ടുന്നതെന്ന്, പിന്നെ അമ്മ എന്തിനാ അവിടെ ചെന്ന് ചോദിച്ചത് എന്നൊക്കെ പറയും. എന്തായാലും എൻ്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയാ എന്ന് പറഞ്ഞുതന്നെ പ്രസാദമൊക്കെ തൊട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ സച്ചിൻ രേവതിയും തോക്കാനും പ്രാർത്ഥിച്ചാന്ന് പറയുമ്പോൾ ഇവരെല്ലാവരും ചിരിക്കുകയാണ്. ഇത് കേട്ടോണ്ടാണ് രവീന്ദ്രൻ അങ്ങോട്ട് വരുന്നത്. അവരും അങ്ങോട്ട് തന്നെയല്ലേ പോകുന്നത്, നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നതൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ സച്ചിൻ രേവതി ഇറങ്ങി വരുമ്പോഴത്തേന് ശ്രുതി പറയുന്നുണ്ട് സച്ചിൻ രേവതിയൊന്നും വന്നിട്ട് ഒരു കാര്യമില്ല, വെറുതെ വരുന്നതേ ഉള്ളെന്ന്. എന്നാൽ അത് നമുക്ക് അവിടെ വെച്ച് കാണാം, മത്സരം കഴിയട്ടെ എന്നൊക്കെ രേവതിയും പറയും. അപ്പം ശ്രീകാന്തും വർഷയും ഇറങ്ങി വരുമ്പോഴത്തേന് എല്ലാവരുടെയും മുമ്പ് വെച്ച് സച്ചി പറയുന്നുണ്ട് എല്ലാവരും എന്തായാലും മത്സരത്തിന് പോവല്ലേ, ഇവിടെ വെച്ച് ആരും അഭിപ്രായമൊന്നും പറയണ്ടെന്ന്. അന്നേരം എല്ലാവരും അനുഗ്രഹിക്കുന്നു രവീന്ദ്രൻ ചന്ദ്രമതിയോട് പറയുന്നുണ്ട്. ചന്ദ്രമതി അപ്പം ശ്രുതിയെ അനുഗ്രഹിക്കുക, അതുപോലെ തന്നെ വർഷയും ശ്രീകാന്തിനെ അനുഗ്രഹിച്ചിട്ട് രേവതിക്കിട്ടൊക്കെ ഒന്ന് നോക്കുന്നുണ്ട്. അന്നേരം നീ എന്താ അവരെ അനുഗ്രഹിക്കുന്നില്ലേ, അവർ നിൻ്റെ മക്കളല്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പം രേവതി പറയും വേണ്ട അച്ഛാ, ഞങ്ങൾക്ക് അച്ഛൻ്റെ അനുഗ്രഹം മതി, അച്ഛൻ അനുഗ്രഹിച്ചാൽ മതി, അനുഗ്രഹമൊക്കെ പിടിച്ചു വാങ്ങാനുള്ളതല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എന്ന് രവീന്ദ്രൻ്റെ കയ്യിൽ നിന്ന് അനുഗ്രഹം വാങ്ങിക്കുകയാണ്. മക്കൾ എല്ലാവർക്കും സമ്മാനം കിട്ടണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, എല്ലാവരും ഞാൻ മനസ്സുകൊണ്ട് അനുഗ്രഹിച്ചിരിക്കുന്നു എന്നൊക്കെ രവീന്ദ്രൻ പറയും. എന്തായാലും എനിക്ക് തന്നെ 1 ലക്ഷം കിട്ടത്തുള്ളൂ, അച്ഛൻ എന്താ വേണ്ടെന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ ശ്രുതി എന്നെ തട്ടുന്നുണ്ട്. രവീന്ദ്രൻ പറയും നീ ഒന്നും കൊണ്ടുവന്നില്ലേയും വേണ്ടില്ല, 1 ലക്ഷം ഇങ്ങ് കൊണ്ടുവന്നാൽ മതി. അന്ന് ഇവരെല്ലാവരും പിന്നെ ഇറങ്ങി ഓരോ വണ്ടിയിൽ കയറി പോവാണ്. ഇവർ പോകുന്നത് കണ്ടുകൊണ്ട് തന്നെ ചന്ദ്രമതി നിന്ന് ചിരിക്കുമ്പോഴത്തേന് രവീന്ദ്രൻ ചോദിക്കും നീ എന്തിനാ ചിരിക്കുന്നത്. അല്ല അവിടെ ചെല്ലുമ്പോൾ വല്ല ഇംഗ്ലീഷിലോ വല്ലതും ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ രേവതിയും സച്ചിയും അവിടെ നിന്ന് ഇറങ്ങി ഓടുമല്ലോ എന്ന് ഓർത്തിട്ട് ചിരിച്ചാന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി അകത്തേക്ക് അങ്ങ് പോകുന്നുണ്ട്. അപ്പം രവീന്ദ്രൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് മക്കൾക്ക് എല്ലാവർക്കും നല്ലത് വരണേ എന്നൊക്കെ പറഞ്ഞു. പിന്നീട് കാണിക്കുന്നത് മത്സരം നടക്കുന്ന വേദിയാണ്. അവിടെ ആങ്കറിങ് ചെയ്യുന്ന പെണ്ണിൽ നിന്ന് ഇങ്ങനെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും സന്തോഷത്തോടു കൂടി വന്ന് കയറി
നിൽക്കാനൊക്കെ പറയുകയാണ്. അപ്പോൾ എന്നിട്ട് പിന്നെ ജഡ്ജസിനെ ഓരോരുത്തരെയായിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഒരു ജഡ്ജിയും ഒരു എഴുത്തുകാരനും ഒരു സൈക്കോളജിസ്റ്റായിട്ടുള്ള ആളുമാണ്. അപ്പം ഓരോരുത്തരായിട്ട് പരിചയപ്പെടുത്തുമ്പോഴത്തേന് അവരെല്ലാം വലിയ വലിയ ജോലിക്കാരായിട്ടാണ് പറയുന്നത്. ഡോക്ടർ, എഞ്ചിനീയർ, IT പ്രൊഫഷണൽ എന്നൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേന് ശ്രുതിയോട് പറയുന്നുണ്ട്, ഓ എല്ലാവരും എന്ത് നല്ല ജോലിക്കാരായിട്ടാണ് പറയുന്നത്. സച്ചിൻ രേവതിയുടെയും കാര്യം പറയുമ്പോൾ എല്ലാവർക്കും ചിരി വരുമായിരിക്കും. ബിരിയാണി വിളമ്പിയ ഇലയിലേക്ക് നത്തോലി വിളമ്പിയ പോലെ ആയിരിക്കും ഇവരുടെ കാര്യം എന്നൊക്കെ പറയണം. പിന്നെ ശ്രീകാന്തും വർഷയും പരിചയപ്പെടുത്തുന്നൊക്കെയുണ്ട്. ശ്രുതിയുടെ കയ്യിലേക്ക് മൈക്രോഫോൺ കിട്ടിക്കഴിയുമ്പോഴത്തേന് ശ്രുതി നിന്നങ്ങ് പൊങ്ങച്ചം പറയുകയാണ്, ഞാൻ വലിയ മില്ലിയനർ ആകും, ഞാൻ വലിയ ബിസിനസ് ആകും, അത് ഇതാന്നൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഇൻട്രസ്റ്റ് ഒന്നും തോന്നില്ല. അന്നേരം ശ്രുതിയാണെങ്കിൽ ഭയങ്കരമായിട്ട് സന്തോഷിച്ചാണ് കൂടെ നിൽക്കുന്നത്. ഞാൻ എന്നെക്കുറിച്ച് നന്നായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെല്ലാവരും എന്നെ നമിക്കുന്ന ഒരു കാലം വരും, ഇതാന്നൊക്കെ പറയുമ്പോഴത്തേന് സച്ചി പറയുന്നുണ്ട്, മനസ്സിൽ അല്ല രേവതിയോട് പറയുന്നുണ്ട്, ഇവനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം പറയുകയാണെങ്കിൽ എല്ലാവരും ഇവനെക്കുറിച്ച് തന്നെ സംസാരിക്കും എന്നൊക്കെ. ഒന്നും മിണ്ടാതിരിക്കും സച്ചിയേട്ടാ, നമുക്ക് ഒന്നും മിണ്ടണ്ട, ഇതൊന്നും പറയാതെ മിണ്ടാതിരിക്കുന്നൊക്കെ പറഞ്ഞ് രേവതി സച്ചിയെ അവിടെ ഇങ്ങനെ മിണ്ടാതെ നിൽക്കാൻ പറയുന്നതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.